അപ്പോൾ ഹലോ ഗൈസ്, ഞാനിന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നു ഹൗ ടു പ്ലേ ഇൻ മൈൻക്രാഫ്റ്റ്. അതാണ് നമ്മൾ ഇന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. നമ്മൾ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ വരുന്നതാണ്. നമ്മളെ ലെസ് പ്ലേ സീരീസ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ലേശം ഒരു പണിയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെന്തായാലും ക്രിയേറ്റ് ന്യൂ വേൾഡ് അടിക്കുകയാണ്. പുതിയൊരു വേൾഡ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. പിന്നെ അതിപ്പോൾ ഞാൻ ഞാൻ ക്രിയേറ്റീവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം കാണിച്ചു തരണമല്ലോ, അതിനോണ്ടാണ് ഞാൻ ഇപ്പോൾ ക്രിയേറ്റീവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതാകുമ്പോൾ വേഗം കഴിയുകയും ചെയ്യും. ഞങ്ങൾക്ക് എല്ലാവിധം എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ പറ്റുമ്പോൾ ഞാൻ ഉൾപ്പെടുത്തും. പാർട്ട് 2 ചിലപ്പോൾ ഇടും. കാരണം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റണമെന്നില്ല എല്ലാം. നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് ഒട്ടും കളിക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കാണണം, നിർബന്ധമാണ്. ലേശം കളിക്കാവുന്നവരോട് ഇറങ്ങി പോകാനില്ല, ചില ഡൗട്ട്സ് ഉണ്ടാവും, അത് ഇതിൽ ക്ലിയർ ചെയ്യാൻ വേണേ പറ്റും. ഞാൻ പിന്നെ വലിയ പ്രോ ഒന്നുമല്ല, ഞാൻ കുറച്ചായിട്ടേ ഉള്ളൂ ഈ ഗെയിം കളിക്കാൻ. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചായി, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെ വേൾഡ് എന്തായാലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ വേൾഡ് ക്രിയേറ്റ് ആയിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ സെറ്റിങ്സ് ആണ് നമ്മൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ ഗെയിമിലും ഫസ്റ്റ് തന്നെ നമ്മൾ എല്ലാവരും ഇതങ്ങനെ തന്നെ ചെയ്യേണ്ടത്. വീഡിയോ കൊടുക്കുന്നവരായാലും എങ്ങനെ ചെയ്യുന്നവരായാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ തുടങ്ങുന്ന നേരത്ത് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞുള്ള ഒരു സാധനം ഉണ്ടാവും. അത് നിങ്ങൾ പീസ്ഫുൾ ഇട്ടേക്കുക. പീസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ കാണുന്നവർക്ക് സോംബീസ് അങ്ങനത്തെ കുറേ അറ്റാക്കിങ് മോബ്സ് ഉണ്ട്. അവരൊന്നും വരത്തില്ല, അത് സ്പോൺ ആയാലും നമ്മൾ അടിക്കത്തില്ല. പിന്നെ ഇതിൽ നൈറ്റ് ആവും, പക്ഷേ നൈറ്റ് ആവും തോന്നുന്നു, നൈറ്റ് ആവും. പിന്നെ അങ്ങനത്തെ കാര്യമാണ് ഈ പീസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ക്രിയേറ്റീവിൽ നിങ്ങൾ തുടങ്ങാണ്ട് നിൽക്കാൻ ശ്രമിക്കുക. കാരണം ബിൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ക്രിയേറ്റീവ് തന്നെ, പഠിപ്പിച്ചു കൊടുക്കാനും ക്രിയേറ്റീവ് തന്നെ, അധികം ഇങ്ങനെ വേണം ചെയ്യാം. പക്ഷെ നിങ്ങൾ അല്ലാത്ത സമയത്ത് പീസ്ഫുൾ ഇട്ട് കളിക്കാനല്ലോ, സർവൈവ് തന്നെ കളിക്കണം, അത് നിർബന്ധമാണ്. അല്ലേ പിന്നെ നിങ്ങളെല്ലാം പോയി പോകും. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു സംഭവം ശ്രദ്ധിക്കുക. അത് എടപ്പോടാ അടേ വീഡിയോ പോയിട്ട് സ്പ്ലിറ്റ് കൺട്രോൾ ഷോ കോർഡിനേറ്റ്സ് ആണെന്ന് എമ്പോഴാണെന്നല്ല വേണ്ട. നമുക്ക് കുറച്ച് സെറ്റിങ്സ് ഇതിലുണ്ട്, അത് നിങ്ങൾ ആദ്യം സെറ്റാക്കാൻ വേണ്ടി വിചാരിക്കുക. പിന്നെ ഈ സൗണ്ട് വീഡിയോ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ സൗണ്ടൊന്നും മ്യൂസിക്കേ ഇതിലില്ല. മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേശറ്റ് പോലും പാർട്ടാണ് ശരിക്കും. കോപ്പിറൈറ്റ് എന്തായാലും കിട്ടും, അടിച്ച് കിട്ടും. പിന്നെ ഈ സാധനം കണ്ടോ, FOV എന്ന് പറഞ്ഞിട്ട് ആ സാധനം നമ്മൾ മിനിമം ഒരു 60-74 ഇടുക. ഞാനിപ്പോൾ 60 തന്നെയാണ് വെച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് എങ്ങനെ വേണേൽ വെക്കാം. പിന്നെ ഈ ക്ലാസിക് എന്നുള്ളത് ഫസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെയും കാണിക്കുക, ക്ലാസിക് ആയി കൊടുക്കത്. പിന്നെ കാര്യമായിട്ടൊന്നും പറയാനില്ല. പിന്നെ നിങ്ങൾ വേറെ ഞാനിപ്പോൾ കാണുന്നില്ലടേ, ഇത് അതിനോടാട്ടോ കാണിച്ചു തരാം ഞാൻ. സ്പ്ലിറ്റ് കൺട്രോൾ ഉണ്ടോ, ഈ സ്പ്ലിറ്റ് കൺട്രോൾ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വീഡിയോ എടുക്കുന്നവർക്കും വീഡിയോ എടുക്കാത്തവർക്കാണേലും കണ്ടോ, ഈ സാധനം ഇപ്പോൾ ഭയങ്കര ബോറാണ്. എനിക്കിത് വെച്ച് കളിക്കാനും അറിയത്തില്ല. ഇപ്പോൾ നമ്മളെ സ്ക്രീന് കാണുമ്പോൾ തന്നെ ഒരു ബോറെന്ന് പറഞ്ഞാൽ അജാതി ബോറ് സാധനമാണ് ഈ സാധനം. ഇത് മറ്റേ വട്ടത്തിലുള്ള ഇതെന്ന് പറയുമ്പം വേണ്ടോ എന്ന് പറയുമ്പോൾ, പക്ഷേ ഇത് നമ്മൾ കളിച്ച് പഠിക്കാൻ ലേശം പണിയുണ്ട്. ഇത് കറക്റ്റാണെന്നല്ലോ ഉണ്ടാക്കണോ. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ടാണ് മൈൻ ചെയ്യുന്നതെന്നിരിക്കുക, ഇവിടെയാണ് നമ്മൾ നിൽക്കുന്ന നേരം. മറ്റേ വട്ടാണെങ്കിൽ ഇങ്ങോട്ട് ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ ഞെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഭാഗമാണ് പൊട്ടിക്കുക. പിന്നെ ആ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സർവൈവൽ വേൾഡ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഫസ്റ്റ് നമ്മൾ മരം വെട്ടണം. എനിക്ക് തോന്നും അങ്ങനെ തന്നെ പറഞ്ഞ, ഫസ്റ്റ് നമ്മൾ മരം മൊത്തത്തിൽ വെട്ടുക, അല്ലെങ്കിൽ എങ്ങനെ പറ്റുന്ന പോലെ വെട്ടുക. എന്നിട്ട് നമ്മൾ മരം നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഇപ്പോൾ മരം വെട്ടിയിട്ട് നമ്മൾ എന്താക്കണം, വെയിറ്റ്, നിങ്ങൾക്ക് ഇത്ര മരം തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾ ഫസ്റ്റ് മരം കൊണ്ടുവച്ച് ക്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻവെൻട്രിയിൽ കാണും. ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു 3 ഡോട്ട്സ് കാണും, അതിൽ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഇൻവെൻട്രിയിൽ പോകും. എന്നിട്ട് നമ്മളെ വുഡ് ഇവിടെ വെക്കുക, അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, എന്നിട്ട് അതൊന്ന് ഇവിടെ വെക്കുക. നിങ്ങൾക്ക് പ്ലാങ്ക് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. ഒരു സ്റ്റാക്കാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1.5 സ്റ്റാക്കോ 2.5 സ്റ്റാക്കോ ഇങ്ങനെ കിട്ടും. നമുക്കിപ്പോൾ വേണ്ടടുത്തോളം ഉണ്ടാക്കുക. എന്നിട്ട് ഇത് ഇങ്ങോട്ട് അങ്ങനെ വെക്കുക, എന്നിട്ട് ഇത് ഇവിടെ അങ്ങനെ വെക്കുക, ഇവിടെ അങ്ങനെ വെക്കുക, ഇവിടെ അങ്ങനെ വെക്കുക. വേണം നമുക്ക് വേറൊരു സാധനം കിട്ടും, അതാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ. എല്ലാ ടൈമിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു സാധനമാണ് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം. ഈ സാധനം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ ഈ വേൾഡ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനേ പറ്റത്തില്ല. ഈ സാധനങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേൾഡ്
ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചു വെക്കേണ്ടതെന്നുള്ള ഈ ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഒരു സ്റ്റിക്കും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ സ്റ്റിക്ക് എന്ന് പറയുന്നത്. അതായത് ഈ സ്റ്റിക്ക് നിങ്ങൾക്ക് ലേശം ഒരു പണിയാണ്. ഇതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ നേരത്തെ നമ്മളെ ഇൻവെന്ററിയിൽ കണ്ടിട്ടുണ്ട് 4 സ്ലോട്ടാണ് ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ 4 എന്ന് പറഞ്ഞാൽ 1 2 3 4 അങ്ങനെ. ഇവിടെ പക്ഷെ നോക്കുകയാണ് 8 സോൾട്ട് അങ്ങനെ ഉണ്ടാവും. ഇവിടെ നമുക്ക് എന്താ വേണം ഉണ്ടാക്കാം. നിങ്ങളിപ്പോൾ ഉണ്ടാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഒരു സ്റ്റിക്ക് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് കാണിച്ചു തരാൻ മറന്നുപോയി, സോറി. അതിന് നമ്മൾ ഒരു എന്താ പ്ലാങ്ക് ഇങ്ങനെ വെക്കുക. അന്നേരം നമുക്കൊരു ഇവിടെ ഒരു ബട്ടണാണ് കിട്ടുക. ബട്ടണല്ല നമുക്ക് വേണ്ടത്. പിന്നെ എങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് രണ്ട് സ്റ്റിക്ക് ഇത് പോടാ 2 സ്റ്റിക്ക് ആക്കുക. ഇങ്ങനെ ആക്കുക. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് വേണ്ടതാണ് വുഡൻ പിക്കാക്സ് ആണ് ഫസ്റ്റ് നമുക്ക് വേണ്ടേ. ഇത് ആണ് ഇതൊക്കെ നമുക്കിപ്പോൾ ആവശ്യമില്ല. വുഡൻ പിക്കാക്സ് ഉണ്ടാക്കുക. വുഡൻ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഈ പിക്കാക്സും വെച്ചിട്ട് നിങ്ങൾ ഏത് ബയോമിലാണ് താഴോട്ടേക്ക് അങ്ങ് ഇരിക്കുക. ഈ ഒരു സാധനം കണ്ടോ? ഈ ഒരു സാധനമാണ് ആക്ച്വലി ഈ സ്റ്റോൺ എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ്. ഇതാണ് സ്റ്റോൺ ആക്ച്വലി. ഇത് നിങ്ങൾക്ക് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എല്ലാ ഗെയിമിനും കാണും നമ്മൾ ലെവലപ്പ് ആവും. അതേപോലെ തന്നെ ഒരു ലെവലപ്പിംഗ് സാധനമാണ്. പിന്നെ ഈ സാധനം കൊണ്ട് ഈ അയൺ എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ഈ ഒരു ഗുഡംബിക്കാസ് കൊണ്ട് പൊട്ടിക്കാനാകത്തില്ല. അതിന് നമ്മൾ എന്താക്കണം, ഈ ക്രാഫ്റ്റിൻ്റെ കൊണ്ട് പോവുക. നമ്മളിപ്പോൾ പൊട്ടിച്ച് കുറച്ച് സ്റ്റോൺ പൊട്ടിച്ച് ഒരു 3 സ്റ്റോൺ ഇങ്ങനെ മതി. പക്ഷെ നമുക്ക് 3 സ്റ്റോൺ പോരാ. നമ്മൾ മൊത്തത്തിൽ ഒരു ഇത് ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാനിങ്ങനെ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചാൽ നിങ്ങൾ നേരത്തെ ഞാൻ വുഡനോണ്ട് ഉണ്ടാക്കിയില്ലേനോ. ഇങ്ങനെ വെച്ച് എന്നിട്ട് ഇങ്ങനെ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നേരത്തെ ഒരു സാധനം ഉണ്ടായില്ലേനോ. ഇത് അതേപോലെ ഇതേ സാധനം തന്നെയാണ്. ഈ സാധനം ഇവിടെ വേണ്ടേ. ഇതേ സാധനം തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ വുഡ് മാറ്റിയിട്ട് അവിടെ എന്താണ് വരുന്നത്, സ്റ്റോൺ ആണ് വരുന്നത്. അത്രേ വ്യത്യാസമായിട്ടുള്ളൂ. നമ്മൾ സ്റ്റോൺ എന്ന് പറയുമ്പോൾ സ്റ്റോൺ നിങ്ങൾക്ക് കിട്ടുന്നേരം കോബിൾ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കിട്ടുക. നമ്മൾ ഇവിടെ എങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈശ്വരനും മറ്റണമല്ലോ. ഇപ്പം ശവലാണ് കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ പിക്കാക്സ് ഉണ്ടാക്കുക. അപ്പം നമുക്ക് വുഡണിന്ന് നേരെ അപ്ഗ്രേഡ് ആയിട്ട് ഇതാണിപ്പോൾ വുഡണ്. ഇതാണിപ്പോൾ വുഡൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നേരെ അപ്ഗ്രേഡ് ആയിട്ട് നമ്മൾ വരുന്നതാണ് ഈ സ്റ്റോണിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്റ്റോണാണ് പവർഫുള്ള്. വുഡണിനെക്കാട്ടും ഇരട്ടി പവർഫുള്ള് സ്റ്റോൺ തന്നെയാണ്. ഈ സ്റ്റോൺ കൊണ്ട് നമുക്ക് പിക്കാക്സ് മാത്രമല്ല ആക്ച്വലി ഉണ്ടാക്കേണ്ടത്, കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാനുണ്ട്. ഒരു സ്റ്റിക്ക് ഇങ്ങനെ വെച്ചിട്ട് മുകളിലൊരു സ്റ്റോൺ വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് ഇങ്ങനെ വെച്ചിട്ട് മുകളിലൊരു സ്റ്റോൺ വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ലായിരുന്നു സ്റ്റോണിൻ്റെ സോഡ് ഉണ്ടാക്കുക. അതൊക്കെ എങ്ങനെയായിരുന്നേ സോഡ് ഞാൻ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാനായിരുന്നു പതിവ്. ഇതാണ് നമ്മളെ വുഡൻ സോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സോഡും നല്ല വലിയൊരു ഇതല്ലേലും ഈ വുഡനെക്കാട്ടും പവർ ഇത് തന്നെയാണ്. ഈ സ്റ്റോൺ തന്നെയാണ്. ഇതാണ് സോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഉള്ളത് എന്താണ്, നമ്മുടെ ശവല് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ഇതാണ് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് വെച്ചിട്ട്, സ്റ്റിക്ക് നമുക്ക് ഇനിയും വേണമല്ലേ. സ്റ്റിക്ക് ഞാനിപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഇവിടെ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റോൺ ഷവലായിട്ടുണ്ട്. ഷവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പവർഫുൾ തന്നെയാണ്. ഷവൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കാറുള്ളത് ഈ ഗ്രാസ് ആണല്ലേ, ഗ്രാസ് ആണല്ലേ, അത് പൊട്ടിക്കാനാണ് നമ്മൾ ആക്ച്വലി ഷവൽ എടുക്കാറുള്ളത്. കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഷവൽ എടുക്കാനുള്ളതാണെന്ന്. പിന്നെ ഈ സോഡ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ അടിക്കാനാണ്. എന്നുവെച്ചാൽ ഇതിപ്പോൾ ഒരു എപ്പോഴും മോപ്സിനെ ഇവിടെ കാണുന്നില്ലല്ലോ ഗൈസ്. ഒരു കോയിൻ ഇവിടെ നിൽക്കുന്നത്. ഒരു കോയിൻ ഇവിടെ നിൽക്കുന്നത്. അതിനെ പോയിട്ട് ഇങ്ങനെ കൊള്ളുന്നില്ലല്ലോ. അങ്ങനെ കൊണ്ടുപിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേഗം കൊന്ന് കിട്ടും. അതാണ് ഇതിൻ്റെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിക്കാക്സ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ മൈൻ ചെയ്ത് പോകാനാണ്. ഇതിനോട് മൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഇതിനോട് മൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് മൈൻ ചെയ്യണം. ഇത് ക്രിയേറ്റീവാണ്. അതിനോടാണ് ഇങ്ങനെ മൈൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഇതെന്തായാലും സെക്കൻഡ് പാർട്ട് എന്തായാലും ഇത് അപ്ലോഡ് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ട കാര്യമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം മൊത്തമായിട്ടുണ്ടെങ്കിൽ നമുക്ക് മരം വെട്ടാൻ നമുക്കൊന്നുമില്ല. ഇപ്പം മരം വെട്ടാനാണ് ആക്സ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു സാധനം എന്ന് പറഞ്ഞുള്ള ആക്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഈ ഞാനിപ്പോൾ കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഞാനിപ്പോൾ സ്റ്റോണിൻ്റെ പിക്കാക്സ്, സ്റ്റോണിൻ്റെ ഷവല്,
ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ നേരത്തെ പോയാണെങ്കിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ വേണ്ടാത്തെന്ന് വിചാരിക്കരുത് ഒരിക്കലും. ക്രാഫ്റ്റിംഗ് ടേബിളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്രാഫ്റ്റിംഗ് ടേബിളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു ക്രാഫ്റ്റിംഗ് ടേബിൾ ഈസ് ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു 4 സാധനമാണ് നമ്മൾ ടൂൾസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ സാധനം ആക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരം വെട്ടാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ എല്ലാ നൂബുകൾക്കും അറിയുണ്ടാവും, അധികം നൂബുകൾക്ക് അറിയുണ്ടാവും. മൈൻക്രാഫ്റ്റ് നോക്കാത്തവർക്ക് അറിയുണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാവർക്കും ഇത് അറിയുണ്ടാവും. മൈൻക്രാഫ്റ്റ് തൊട്ട് നോക്കുന്ന മീൻസ് വീഡിയോ കാണുന്നവർക്കൊക്കെ ഇതൊക്കെ അറിയുണ്ടാവും. പിന്നെ ഞാനിപ്പോൾ ഇവിടെ പീസ്ഫുള്ളാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ക്രീച്ചേഴ്സിനെ കാണാനേ പറ്റത്തില്ല. ക്രീച്ചേഴ്സ് മീൻസ് നമ്മളെ കൊല്ലുന്ന മോബ്സിനൊന്നും കാണാൻ പറ്റത്തില്ല. ഇതേപോലെ നമ്മളൊന്നും ചെയ്യാത്ത ചില പാവങ്ങളെ മാത്രമേ ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ. കണ്ടോ? അയ്യോ സോറി. ഇതേപോലത്തെ പാവങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണാനാവും. അതാണ് പീസ്ഫുൾ എന്ന് പറഞ്ഞിട്ട്. എല്ലാ നൂബുകളും എന്ന് വെച്ചാൽ നൂബുകൾ നിങ്ങളെ കളിയാക്കുകയല്ല ഒരിക്കലും. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക, നിങ്ങളെ കളിയാക്കുക. നൂബ്സ് എന്ന് പറഞ്ഞാൽ കളിക്കാറില്ലാത്ത ആൾക്കാരെന്നാണ്. അല്ലാണ്ട് ഇതിനെ വിശദീകരിച്ചൊന്നും പറയാനേ പറ്റത്തില്ല. നമ്മളെ പാണ്ടയ്ക്ക് എണ്ണ കൊടുക്കല്ലേ അല്ലേ? ചെന്നൊന്നുമില്ലല്ലോ, അടിച്ച മണക്കത്തില്ലാന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ചീറ്റ് അധികം ഓൺ ആക്കാണ്ടിരിക്കാൻ നോക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നൊരു ചീറ്റാണ് ആക്ച്വലി. ഇത് ക്രിയേറ്റീവ് വേൾഡാണ്, എനിക്കൊരു സീനുമില്ല ചീറ്റ് യൂസ് ചെയ്യാം. പക്ഷേ സർവൈവൽ വേൾഡിൽ നിങ്ങൾ ഒരു കാരണവശാലും ചീറ്റ് എന്ന് പറഞ്ഞൊരു സാധനം യൂസ് ചെയ്യരുത്. കാരണം അത് കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങളെ വ്യൂസ് പോകും, നിങ്ങളെല്ലാം പോകും. ഇതൊക്കെ വീഡിയോയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ്. മറ്റവർക്ക് ക്രിയേറ്റീവ് വേൾഡ് യൂസ് ചെയ്യരുത് ഇല്ല, അങ്ങനെയല്ല പറയുന്നത്. ഇല്ല എന്നൊന്നല്ല പറയുന്നത്. മറ്റവരും അങ്ങനെ തന്നെയാണ്. ഈ കളി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരുത്തരം പോയിട്ട് അടിക്കാമെന്ന് വിചാരിക്കുക, മറ്റവൻ നമ്മളൊന്നും ആക്കുന്നില്ല. അന്നേരം നമ്മളെന്താ വിചാരിക്കുക? നമ്മൾ സീനും അല്ല വിചാരിക്കുക. പക്ഷേ വേറെ ഒരാളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാണ് എന്ത്, പക്ഷെ അവൻ നമ്മളെ തിരിച്ചടിയുന്നുണ്ട്. നമുക്കെന്താ ചെയ്യാനാവോ? ഇല്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളെത്ര ശക്തിയുള്ളവനെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് അവനേക്കാളും ശക്തി അവനാണ് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാണ്ട് ശക്തി ഇല്ലാത്തവനെ അടിച്ചിട്ട് വലിയ മെയിനാവാൻ നമ്മൾ ശ്രമിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ശക്തിയുള്ളവനെ അടിച്ചിട്ട് വേണേൽ മെയിനാവാൻ ശ്രമിച്ചു. കാരണം അങ്ങനെയാണ് വേണ്ടത്. ഈ ലോങ്ങിൽ തന്നെയാണ് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല കേട്ടോ. എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ, വേറെ ഒന്നല്ല. ഈ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട്. ഇവിടെ അതൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പണി കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. നല്ല പണി എന്ന് പറഞ്ഞാൽ അത്ര കോംപ്ലിക്കേറ്റഡും അല്ല, ലേശം കോംപ്ലിക്കേറ്റഡും ആണ്. പക്ഷെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.